നമ്മുടെ കൂടെ നിൽക്കാനൊക്കെ എല്ലാ നാട്ടുകാരും ഉണ്ട്. ഈ ഓട്ടോക്കാരൻ്റെ ഇതല്ലാതെ വേറൊരു ഇഷ്യൂ, ഇപ്പം ഇതല്ലാതെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോഴും ഓട്ടോക്കാരെ പുച്ഛം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ല. കാര്യം ആ സമയത്ത് ഇപ്പം ഇന്നും നമ്മളൊരു ആവശ്യത്തിന് ഒരു ഓട്ടോ പറഞ്ഞ ഈ പറഞ്ഞ അച്ചൂരത്തിന് നമ്മൾ പറയുന്ന ഓട്ടോക്കാരെ മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കാതിരിക്കണമെന്നൊന്നുമല്ലല്ലോ. അതൊരു വിശ്വാസമല്ലേ ഓട്ടോയില് നമ്മളെ മോളെ പറഞ്ഞ് ഓട്ടോയിൽ വിട്ട് തിരിച്ചോണ്ട് വന്നേ. അതുകൊണ്ട് അത് എനിക്കത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ കൂടെ ഓട്ടോക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഓട്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞൊരു മോശം കാറ്റഗറി അല്ലെങ്കിൽ പൈലറ്റുമാരെല്ലാം നല്ല കാറ്റഗറി ഒന്നും വിശ്വസിക്കുന്ന ആൾക്കാരൊന്നുമല്ല നമ്മളാരും. നമുക്ക് നല്ല ആൾക്കാരെ തിരിച്ചറിയാം. അവര് ചിലപ്പോൾ ഓട്ടോക്കാരായിരിക്കും, ചിലപ്പോൾ പൈലറ്റ് ആയിരിക്കും, ചിലപ്പോൾ ബസ് ഡ്രൈവർ ആയിരിക്കും, ആരായിരിക്കും. എല്ലാവരുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. അത് ഈ സെലിബ്രിറ്റീസിന് അഹങ്കാരം എന്നൊരു ഫേസ് ബാക്കിയുള്ള ഒരു ഇവർക്കൊന്നും അഹങ്കാരമേ ഇല്ല. അത് മനഃപൂർവ്വം അത് നിങ്ങളുടെ എല്ലാരും പാവം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ എന്ത് ജോലിക്കാണെങ്കിലും അതിൽ അഹങ്കാരം കാണിക്കുന്നവർ അഹങ്കാരം കാണിക്കാത്തവരുണ്ട്. സെലിബ്രിറ്റി ആയതുകൊണ്ട് എല്ലാവരെയും നോക്കി ചിരിച്ചോളണം എന്നൊരു നിയമം ഉണ്ടാവണം. സാധാരണ മനുഷ്യൻ തന്നെ പല മൂഡിലാണ്. എപ്പോഴും എല്ലാരും ചിരിച്ചോളാം ഇരിക്കത്തില്ല. എന്താ ഇവിടെ തിരുമല സ്കൂളിലും മോഡൽ സ്കൂളിലൊക്കെ പഠിച്ച്, സിനിമ സ്കൂളിലൊക്കെ പഠിച്ച്, പിന്നെ അത് സെന്റ് ജോസഫിൽ പഠിച്ച് അങ്ങനെയൊക്കെ പോയതാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സാധാരണ ആൾക്കാരോട് എപ്പോഴും ബന്ധം വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എനിക്ക് ബന്ധം ഉണ്ടാവും.